ഹദീസ് എന്ന് പറഞ്ഞാൽ വഹിയാണ്, അത് തെറ്റൂലല്ലോ. എൻ്റെ കയ്യുമ്മ 5 വിരലാണ്, 1 2 3 4 5. എൻ്റെ കയ്യിൽ 5 വിരലാണ് എന്ന വിവരത്തേക്കാൾ ആധികാരികവും ഉറപ്പുമുള്ള വിവരമാണ് വഹി. അള്ളാഹുവിങ്കിൽ നിന്ന് അമ്പിയാക്കൾക്ക് നൽകപ്പെടുന്നത്. ഹദീസ് എന്ന് പറഞ്ഞാൽ വഹിയിൻ്റെ ഇൽമാണ്. മാ നബത ഫിൽ ഹറാമി, ഹറാമിൽ തുടങ്ങുകയും വളരുകയും ചെയ്തത് ഫഹുവ ഔലാ ബിന്നാർ, അത് നരകത്തിൽ ചെന്ന് ചേരാനുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതൽ എന്ന് മുഹമ്മദ് നബി പറഞ്ഞ ഹദീസാണ് 5ാമത്തതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാരണം. അതുകൊണ്ട് വേറെ എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ പ്രേമിച്ച കല്യാണം നടത്തി കൊടുക്കരുത്. ഒരു വയ്യുമില്ലെങ്കിൽ എന്താ ഞാൻ പറയാന്നുള്ളത് മാത്രമേ പിന്നെ പരിഹാരമുള്ളൂ. നമ്മൾ ഇന്നത്തെ കാലത്താണല്ലോ സംസാരിക്കണത്, ഇന്നത്തെ ഒരു കാലത്താണ് ഞാൻ സംസാരിക്കുന്നത്, അതുകൊണ്ട് അങ്ങനെ പറയേണ്ടി വന്നതാണ്. എന്തെങ്കിലും വഴി അത് ഒഴിവാക്കാനുണ്ടെങ്കിൽ പ്രേമിച്ച കല്യാണം നടത്തി കൊടുക്കരുത്. ഇന്നത്തെ നമ്മളെ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയൊരു വിപത്തായിട്ട് അത് മാറിയിട്ടുണ്ട്. 2ാമത്തത് ലഹരിയുടെ ഉപയോഗം. ലഹരി ഉപയോഗം അദ്ദേഹമായിട്ട് വലിയൊരു വിഷയമാണ്. ലഹരി ഉപയോഗത്തിന് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അടയാളങ്ങളെ ശ്രദ്ധിക്കണം. എന്നിട്ട് അടയാളങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ശാസ്ത്രീയമായ ചികിത്സ കൊടുത്ത് അവരതിൽ നിന്ന് മോചിപ്പിക്കുകയും മോചിപ്പിച്ചതിന് ശേഷം എവിടെ നിന്നാണോ ഇത് തുടങ്ങിയത് അങ്ങോട്ട് മടക്കാതിരിക്കുകയും വേണം. 3 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. 3 കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, അടയാളം ശ്രദ്ധിക്കണം. ലഹരിക്ക് അടയാളം ഉണ്ടായിരിക്കും, എല്ലാത്തിനും അടയാളം ഉണ്ടാവും. ഒരാൾക്ക് നന്നാവുന്നതിനും അടയാളമുണ്ട്, കേടുവരുന്നതിനും അടയാളമുണ്ട്. എല്ലാ കാര്യങ്ങൾക്കും അടയാളമുണ്ട്. ദുന്യാവിലും അടയാളമുണ്ട്, ആഖിറത്തിലും അടയാളമുണ്ട്. ബാങ്ക് കൊടുക്കുന്നവൻ ഖിയാമത്ത് നാളിൽ വരുമ്പോൾ അവൻ്റെ തല ഉയരത്തിൽ കാണപ്പെടുമെന്ന് ഹദീസിലുണ്ടല്ലോ. ബാങ്ക് കൊടുക്കുന്ന ആൾക്കാർക്കുള്ള ഒരു അടയാളമാണത്. മദ്യപാനി അന്ത്യനാളിൽ വരുമ്പോൾ അവൻ്റെ തോളിൽ ഒരു പാത്രം തൂങ്ങുമെന്നും ആ തൂങ്ങുന്ന പാത്രത്തിൽ നിന്ന് ദുർഗന്ധമുണ്ടാകുമെന്നും ഹദീസിലുണ്ട്. പലിശക്കാരൻ ഖിയാമത്ത് നാളിൽ വരുമ്പോൾ വയറ് വലുതായി വീർത്തിട്ടുണ്ടാകുമെന്നും അവൻ്റെ വയറ് കൊണ്ട് അവന് എഴുന്നേറ്റ് നടക്കാൻ കഴിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിയുമെന്നും ഹദീസിലുണ്ട്. എല്ലാത്തിനും ദുന്യാവിലും അടയാളമുണ്ട്, ആഖിറത്തിലും അടയാളങ്ങളുണ്ട്. നിസ്കരിക്കുന്നവൻ അടയാളമുണ്ട്, നോമ്പ് നോൽക്കുന്നവൻ അടയാളമുണ്ട്. ഇതുപോലെ മദ്യപാനികൾക്കും അടയാളമുണ്ടായിരിക്കും. 1ാമത്തെ അടയാളം വൃത്തികേട് ഇഷ്ടമായിരിക്കും എന്നതാണ്. ലഹരി ഉപയോഗിക്കുന്നവർക്ക് വൃത്തികേടുകൾ ഇഷ്ടമായിരിക്കും. അതായത് കുളിക്കാൻ ഇഷ്ടമുണ്ടാവില്ല, ബാത്റൂം പോവുക എന്നത് ഇഷ്ടപ്പെട്ട കാര്യമായിരിക്കില്ല, ഡ്രസ്സ് മാറ്റുക എന്നുള്ളതൊന്നും അത്ര ഇഷ്ടപ്പെട്ട കാര്യമായിരിക്കില്ല, അത്ര ഉപയോഗിക്കൽ ഇഷ്ടമുണ്ടായിരിക്കില്ല, പല്ല് തേക്കുക എന്നുള്ളത് ഇഷ്ടപ്പെട്ട കാര്യമായിരിക്കില്ല. വൃത്തികേടുകളോട് താല്പര്യമുണ്ടാവും. അത് ലഹരി ഉപയോഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളമാണ്. പിന്നെ ഇങ്ങനെ പറയുമ്പോൾ നിലവിലുള്ള സ്വഭാവത്തിൻ്റെ നേരെ ഓപ്പോസിറ്റായി മാറും. ലഹരി ഉപയോഗിച്ചാൽ നിലവിലെന്താ സ്വഭാവം വെച്ചാൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. തീരെ ഉറക്കമില്ലാത്ത ആളായിരുന്നു, ഇപ്പോൾ ഉറങ്ങന്നെ അങ്ങനെ ആവും. നല്ലോണം ഉറങ്ങിയ ആൾ ഇപ്പോൾ ഉറക്കം തന്നെ അല്ല, അങ്ങനെ ഉണ്ടാവും. തീരെ വർത്താനം പറയാത്ത ആൾ ഇപ്പോൾ വർത്താനം പറയുന്നത് അങ്ങനെ ഉണ്ടാവും. നല്ലോണം വർത്താനം പറഞ്ഞിരുന്ന ആൾ ഇപ്പോൾ തീരെ മുണ്ടാതായിട്ടുണ്ട്, അങ്ങനെ ഉണ്ട്. നിലവിലുള്ള സ്വഭാവത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആവും. പിന്നെന്ന് പറഞ്ഞാൽ ഓരോന്നിനും ഓരോ അടയാളങ്ങളാണ്. നമുക്ക് മൊത്തത്തിൽ പറയാൻ കഴിയൂല, അന്നത്തെ അടയാളം നാളെ ഉണ്ടായിക്കോളൊന്നുമില്ല. എന്നാലും പൊതുവെ ഇങ്ങനെ പറയുകയാണെങ്കിൽ ലഹരി ഉപയോഗിക്കുന്നവർക്ക് ഭക്ഷണത്തോട് താല്പര്യം കുറഞ്ഞു വരും, രാത്രി ഉറക്കം കുറവായിരിക്കും, ഒറ്റക്കിരിക്കാൻ ഇഷ്ടപ്പെടും, അടുത്ത കുടുംബത്തോട് ദേഷ്യം കാണിക്കും, ഉമ്മാനോടും പെങ്ങന്മാരോടൊക്കെ ദേഷ്യം ഉണ്ടാവും, അകന്ന കുടുംബത്തോട് അമിതമായ താല്പര്യം ഉണ്ടാവും. ഇളയമ്മാൻ്റെ മകളെ കെട്ടിച്ചു കൊടുത്ത് കിടക്കൊക്കെ പോകും. അകന്ന കുടുംബത്തോട് അമിതമായ താല്പര്യം, അടുത്ത കുടുംബത്തോട് ദേഷ്യം. വീട്ടിൽ 50 രൂപ 20 രൂപ 30 രൂപ അങ്ങനെ ചെറിയ ചെറിയ പൈസകൾ കളവ് പോകും, വലുതൊന്നല്ല ചെറുത്. ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മൊബൈൽ, ലാപ്ടോപ്പ്, സൈക്കിൾ പോലത്തെ വസ്തുക്കൾ വിൽപ്പന നടത്താൻ വേണ്ടി ശ്രമിക്കും. മാതാപിതാക്കൾക്ക് പരിചയമില്ലാത്തവരും മുതിർന്നവരുമായ ആളുകളുമായി അമിതമായ കൂട്ടുകെട്ട് നടത്തുന്നതായി ശ്രദ്ധയിൽ വരും. വീട്ടിലായിരിക്കുമ്പോൾ വാതിലെപ്പോഴും കുറ്റിയിടാൻ വേണ്ടി ശ്രദ്ധിക്കും, ഒഴിഞ്ഞിരുന്ന് ദൂരേക്ക് നോക്കും. രാത്രി കിടന്നുറങ്ങുന്ന റൂമിൽ നിന്ന് ചന്ദനത്തിരി കത്തിച്ചതുപോലെയുള്ളതിൻ്റെ വാസന വരും. രാവിലെ റൂം അടിച്ചു വരുമ്പോൾ പേപ്പർ കത്തിച്ചതിൻ്റെ അടയാളങ്ങൾ കാണും. റൂമിൽ ചെറിയ ചെറിയ പെട്ടികൾ ശ്രദ്ധയിൽപ്പെടും. എല്ലാവർക്കും അറിയാവുന്നതും ഉപകാരമില്ലാത്തതുമായ വസ്തുക്കളുടെ പേര് ഫോണിലും അല്ലാതെയും ആവർത്തിച്ച് പറയുന്നതായി കേൾക്കും. എല്ലാവർക്കും അറിയണ സാധനം, ഉദാഹരണം പറയാം, CD എന്ന് പറഞ്ഞ സാധനം
എല്ലാവർക്കും അറിയുന്നതും നിലവിൽ ഉപകാരമില്ലാത്തതായ സാധനം. ചാക്ക്, കട്ട, പൊടി, ശർക്കര, വെല്ലം, പഞ്ചസാര, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ, ചാക്കുന്നൂല്, കയറ്, ഇങ്ങനെയൊക്കെയുള്ള എല്ലാവർക്കും അറിയും. ഇവനിപ്പോൾ എന്താ കയറിൻ്റെ ആവശ്യം എന്ന് ആലോചിച്ചിട്ടൊരു പിടുത്തം കിട്ടൂല. അങ്ങനെയുള്ള സാധനങ്ങളുടെ പേര് ഫോണിലും അല്ലാതെയും ആവർത്തിച്ച് പറയുന്നതായി ശ്രദ്ധയിൽപ്പെടും. ഇങ്ങനെയുള്ള കുറേ ശരീരം മെല്ലിച്ചു വരും. കണ്ണിൻ്റെ ചുറ്റുഭാഗത്തും നിറവ്യത്യാസം പ്രകടമാകും. ഇതൊക്കെയാണ് ലഹരി ഉപയോഗിക്കുന്നു എന്നതിൻ്റെ ശരാശരിയിൽ പറയാവുന്ന അടയാളങ്ങൾ. ഇങ്ങനെയുള്ള അടയാളങ്ങൾ ഉണ്ടോ നോക്കണം. ഉമ്മാർക്ക് ഏറ്റവും നോക്കാൻ പറ്റിയൊരു പരിപാടിയുണ്ട്. പാൻസ് തിരുമ്പാൻ വേണ്ടി കഴിച്ചിടുന്ന സമയത്ത് പോക്കറ്റ് വാസനിച്ച് നോക്കിയാൽ ചന്ദനത്തിരി പോക്കറ്റിൽ വെച്ചതുപോലെ ഉള്ള ഒരു വാസന അനുഭവപ്പെടും. ഉമ്മാർക്കൊക്കെ നോക്കാൻ പറ്റിയതാണ്. ഇങ്ങനെയുള്ള 3 അടയാളങ്ങൾ കാണുകയാണെങ്കിൽ ലഹരിയുടെ ഉപയോഗമുണ്ട് എന്നുറപ്പിക്കണം. ഉറപ്പിച്ചു കഴിഞ്ഞാൽ ശാസ്ത്രീയമായ ചികിത്സ നൽകണം. ലഹരിക്കടിമപ്പെട്ട ആളുകളെ ചികിത്സിച്ച് മാറ്റാൻ ഇന്ന് നിലവിൽ സംവിധാനമുണ്ട്. ഡി അഡിക്ഷൻ സെൻറ്റർ എന്നാണ് അത്തരം കേന്ദ്രങ്ങൾക്ക് പറയുന്ന പേര്. അവിടെ കൊണ്ടുപോയി ഡോക്ടറെ കാണിച്ച് മരുന്ന് കൊടുക്കേണ്ടത് മരുന്ന് കൊടുത്ത്, കൗൺസിലിംഗ് വേണ്ടത് കൗൺസിലിംഗ് കൊടുത്ത് ചികിത്സിച്ച് മാറ്റണം. അതാണ് 2. മൂന്നാമത്തെ കാര്യം, ലഹരിയുടെ ഉപയോഗം എന്നത് ശൈത്താനിയായ ഒരു പ്രവർത്തനമായതിനാൽ തുടങ്ങിയിടത്തേക്ക് പോയാൽ വീണ്ടും മടങ്ങി വരും. അതിനാൽ എവിടെ നിന്നാണോ ഈ അടങ്ങേറ് തുടങ്ങിയിട്ടുള്ളത് ആ സ്ഥലത്തേക്ക് എത്ര റുപ്യൻ്റെ നഷ്ടം ഉണ്ടായാലും പിന്നെ പറഞ്ഞയക്കാൻ പാടില്ല. പറഞ്ഞയച്ചാൽ അത് മടങ്ങും. ലഹരി ഉപയോഗം മടങ്ങി വരുന്ന അസുഖമാണ്. എവിടെ നിന്നാണോ തുടങ്ങിയത് അവിടേക്ക് പോയാൽ അത് രണ്ടാമതും വരും. അതുകൊണ്ട് ഏത് ഹോസ്റ്റലിൽ നിന്നാണെങ്കിലും, ഏത് കടയിൽ നിന്നാണെങ്കിലും, ഏത് വിസക്ക് പോയിട്ടാണെങ്കിലും, എത്ര റുപ്യൻ്റെ നഷ്ടം ഉണ്ടായിട്ടാണെങ്കിലും, എവിടെ നിന്നാണോ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ആ സ്ഥലത്തേക്ക് ഒരു കാരണവശാലും പിന്നെ പറഞ്ഞേക്കാൻ പാടില്ല. എന്നാൽ മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും. മാറാത്ത സുഖമൊന്നുമല്ല. ഇതൊക്കെ തന്നെയാണ് സംഗതി പറയുന്നത്. അതുകൊണ്ട് എല്ലാവരും കൂടി ഒത്തുപിടിച്ചാൽ നമുക്ക് ഇതിനൊക്കെ മാറ്റം ഉണ്ടാക്കാൻ കഴിയും. പിന്നെ ഇപ്പം നമ്മൾ ആലോചിക്കുക എന്താ വെച്ചാൽ 2 കാര്യങ്ങളാണ്. ഒന്ന്, എൻ്റെ കുട്ടിക്ക് അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് നമ്മൾ ചിന്തിക്കും. എല്ലാവരും ചിന്തിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, പഠിച്ചോനെ എൻ്റെ കുട്ടിക്ക് അങ്ങനെയൊന്നും വരരുത്, അതിനാൽ ഞാൻ സൂക്ഷിക്കണം. നമ്മളെ മക്കളെക്കുറിച്ച് ആരെങ്കിലുമൊക്കെ ഇങ്ങനെ ഒരു ദുസ്സൂചന തരികയാണെങ്കിൽ അതിനെ പോസിറ്റീവായി എടുക്കണം. നമുക്ക് അങ്ങനെയൊക്കെ ഓരോ പ്രശ്നമുണ്ട്. സംഗതി അവനാൻ്റെ കുട്ടി അവനാൻ ഏറ്റവും വലുത് തന്നെയാണ്, ഒരു തർക്കമില്ല. അതേസമയത്ത് ആരെങ്കിലും ഒരാൾ നമ്മളെ മക്കളെക്കുറിച്ച് ഇങ്ങനെ ഒരു സൂചന തരികയാണെങ്കിൽ എനിക്ക് ഹൈറ് വരാൻ വേണ്ടി പറയാണ് എന്ന നിലയിൽ അതിനെ ഉൾക്കൊണ്ട് അതിനെ മനസ്സിലാക്കി ഇങ്ങനെ വല്ലതുണ്ടോ എന്ന് അന്വേഷിച്ച് ഉണ്ടെങ്കിൽ അതിൻ്റെ പരിഹാരങ്ങൾ സ്വീകരിക്കുന്നതിലേക്ക് നമ്മൾ പോകണം. അതാണ് അതിൽ ഒന്നാമതായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം. രണ്ടാമത് മനസ്സിലാക്കേണ്ട കാര്യം, അതിപ്പോൾ ഞാൻ മാത്രം നോക്കിയിട്ട് ഇപ്പം എന്താ ആകുക എന്ന് നമ്മൾ ചിന്തിക്കാൻ പാടില്ല. എന്താ നമുക്ക് മാത്രം നോക്കിയാൽ വരിക, അതുകൊണ്ട് ആയതാവും. ഞാൻ മാത്രം നോക്കിയിട്ടൊന്നും കാര്യമില്ലല്ലോ എന്ന് അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഈ നാട്ടിൽ നമ്മൾ മാത്രമേ അത് നോക്കണുള്ളൂ എന്ന് വിചാരിക്കുക. എന്നാൽ നമ്മൾ മാത്രം നോക്കണം. ഒരിക്കലും അങ്ങനെ വിചാരിച്ചു കണ്ട് ഒരു നല്ല കാര്യത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ പാടില്ല. ഇങ്ങനെയൊക്കെ ആവുമ്പോൾ നമുക്കൊരുപാട് നല്ല കാര്യങ്ങളെ ചെയ്യാൻ വേണ്ടി പറ്റും. മക്കൾക്ക് പ്രധാനമായും 5 സംരക്ഷണങ്ങളാണ് മാതാപിതാക്കൾ കൊടുക്കേണ്ടത് എന്നാണ്. 5 സംരക്ഷണം കൊടുക്കണം. 1, അവരുടെ ബുദ്ധിയെ സംരക്ഷിക്കണം. കുട്ടികളെ ബുദ്ധി സംരക്ഷിക്കേണ്ടത് മാതാപിതാക്കളുടെ ചുമതലയാണ്. ലഹരിയുടെ ഉപയോഗം എന്ന് പറയുന്നത് ബുദ്ധിയെ താറുമാറാക്കുന്നതാണ്. അത് ബുദ്ധിയെയാണ് ബാധിക്കുന്നത്. അതുകൊണ്ട് ബുദ്ധി താറുമാറാകുന്ന കാര്യങ്ങൾ ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അതിൽ ഒന്നാമത്തെ ലഹരി ഉപയോഗത്തെ ഇല്ലാതാക്കണം തന്നെയാണ്. രണ്ടാമത്തത് മക്കളുടെ അഭിമാനത്തെ സംരക്ഷിക്കണം. വലിയ അഭിമാനബോധം മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. വലിയ അഭിമാനബോധം പഠിപ്പിച്ചു കൊടുക്കണം. എല്ലായിടത്തും കാണുന്നിടത്തൊക്കെ ചെന്ന് വരിക്കുക, അങ്ങനത്തെ ഒന്നും ശീലിപ്പിക്കരുത്. ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ അവരെ അടങ്ങാറാക്കാൻ വേണ്ടി പറയണമല്ല. എവിടെയെങ്കിലുമൊക്കെ ചെന്നിട്ട് ഇങ്ങനെ ഫക്കീർ ഒരിക്കലും ആവാൻ പാടില്ല. മിസ്കീനാകുന്നതിന് വിരോധമല്ല. ഫക്കീർ യഥാർത്ഥത്തിൽ അവൻ്റെ സ്വന്തം അഭിമാനത്തെ കളയുമെന്നാണ്. എല്ലാ ഫക്കീറും എന്നല്ല, ഭൂരിഭാഗം ഫക്കീറന്മാരുടെ സ്വഭാവം അങ്ങനെയൊക്കെയാണ്. അതുകൊണ്ട് മിസ്കീനായി ജീവിക്കാൻ വേണ്ടി പഠിപ്പിച്ചാൽ ഖനിയായി മുതലാളിയായി ജീവിക്കാൻ പഠിപ്പിക്കണം, അല്ലെങ്കിൽ മിസ്കീനായി ജീവിക്കാൻ പഠിപ്പിക്കണം. ഫക്കീർ ഒരിക്കലും ആവാൻ ശീലിക്കാൻ പാടില്ല, ശീലിപ്പിക്കാനും പാടില്ല. ഇതൊക്കെ നമ്മൾ വരുത്തി വെക്കണ തന്നെയാണ്. ഫക്കീറായതിപ്പോൾ ഞാൻ വരുത്തിയതല്ലല്ലോ എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. വരുത്തുന്നതാണ്. അതൊക്കെ ഓരോ ചിന്താഗതികളാണ്.
25,000 സക്കാത്ത് വാങ്ങാൻ വേണ്ടി പോയി. 25,000 സക്കാത്ത് വാങ്ങാൻ വേണ്ടി പോയിട്ട് കുറച്ച് കായൊക്കെ കിട്ടി. അങ്ങനെ ബാത്റൂം കയറിയിട്ട് വാതിലൊക്കെ കുറ്റിയിട്ടിട്ട് ഇങ്ങനെ എണ്ണി വെക്കുമ്പോൾ കരുതി അത്ര ഇല്ല. അപ്പോൾ അവൻ വിചാരിച്ചു, പഠിച്ചോനെ ഇക്കൊല്ലത്തെ 25,000 ഏതായാലും കൊറോണ നക്കിങ്ങാണ്ട് മനസ്സിനാകെ തുമ്പില്ലാതായി, അടുത്ത കൊല്ലത്തെ 25,000 എനിക്ക് കുറച്ച് തോനെ പൈസ തരണേ അല്ലാ എന്ന് കൽബിൽ ആഗ്രഹിച്ചാൽ അതിൻ്റെ അർത്ഥം അടുത്തൊല്ലത്തെ 25,000 ഇന്നെങ്ങനെ തെണ്ടിയാക്കണേ എന്ന് തന്നെയാണ്. ഫക്കർ എന്ന് പറയുന്നത് മനുഷ്യൻ അറിയാതെ ആഗ്രഹിക്കുന്നതുകൊണ്ട് വരുന്നതാണ്. അതുകൊണ്ട് വലുതായ തരത്തിൽ ആഗ്രഹിച്ച് അങ്ങനെയൊക്കെ കുട്ടികളെ നമ്മൾ പഠിപ്പിക്കണം. അപ്പോൾ ഒന്നാമത്തത് ബുദ്ധിയുടെ സംരക്ഷണമാണ്, രണ്ടാമത്തത് അഭിമാനത്തിൻ്റെ സംരക്ഷണമാണ്, മൂന്നാമത്തത് ഇൽമിൻ്റെ സംരക്ഷണമാണ്. ഞാൻ പറഞ്ഞിരുന്നു, ഭൗതിക വിദ്യാഭ്യാസത്തോടൊപ്പം മതവിദ്യാഭ്യാസവും മുന്നോട്ട് കൊണ്ടുപോയാലാണ് ഇൽമിൻ്റെ സംരക്ഷണം ഉണ്ടാവുന്നത്. നാലാമത്തത് ഈമാൻ്റെ സംരക്ഷണമാണ്.